ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. പ്രത്യേക സംഘം തൽക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കില്ല എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാരിൽ നിന്ന് ആവശ്യപ്പെടേണ്ട എന്നാണ് തീരുമാനം. റിപ്പോർട്ടിൽ ഹൈക്കോടതി തീരുമാനം വരട്ടെ എന്നും ശേഷം തുടർ നടപടിയെന്നും DGP പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. ഭരണസമിതി ഒന്നടങ്കം ഒഴിഞ്ഞില്ലെങ്കിലും പരസ്യ പ്രതികരണത്തിന് അമ്മ തയ്യാറായിട്ടില്ല. പരാതികൾ ആരോപണ വിധേയർ ഒറ്റയ്ക്ക് നേരിടണം എന്നാണ് നിലപാട്. പുതിയ ഭരണസമിതിയെക്കുറിച്ചും ചർച്ചകൾ അമ്മയിൽ സജീവമാണ്. കൊച്ചിയിൽ നടത്താനിരുന്ന ഓണാഘോഷം മാറ്റാനും, അമ്മയുടെ ഓണാഘോഷം കൊച്ചിയിൽ പറഞ്ഞിരുന്നു, അത് മാറ്റിയേക്കും. കാരണം അമ്മ നേരിടുന്നൊരു വലിയ പ്രതിസന്ധിയുണ്ട്. അമ്മയ്ക്ക് ഭരണസമിതി അവർക്ക് എക്സിക്യൂട്ടീവ് യോഗം വിളിക്കാൻ പോലുമുള്ള പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ അവരെല്ലാവരും രാജിവെക്കുന്നു. അഡ്ഹോക് സമിതിയായി, അതായത് ഒരു താൽക്കാലിക സമിതിയായി നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. മോഹൻലാലൊക്കെ വളരെ വികാരഭരിതരായാണ് നടന്മാരോട് പ്രതികരിച്ചത്, സഹപ്രവർത്തകരോട് പ്രതികരിച്ചത് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മോഹൻലാലൊക്കെ വലിയ മെന്റലി അവരൊക്കെ വളരെ പ്രശ്നങ്ങളിലാണ്. എന്തായാലും ഈ അമ്മ പോലൊരു സംഘടന ഒന്നടങ്കം അതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും എന്നുള്ളതാണ്. നമുക്ക് ആദ്യം വിനോദിലേക്ക് പോകണം. വിനോദ്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം സിദ്ദിഖിനെതിരായ കേസാണ്. മ്യൂസിയം പോലീസ് ഗൗരവമുള്ള വകുപ്പുകളിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തലിനും മറ്റും. മൊഴിയെടുക്കുക, നടിയുടെ മൊഴിയെടുത്തു എന്ന് മനസ്സിലാക്കണം, ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇനി, അല്ലേ? രഞ്ജിത്ത്, ആ നിലയ്ക്കാണ് ഇപ്പോൾ മ്യൂസിയം പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കും. കാരണം ഇത്തരം കേസുകൾ പരിഗണിക്കുന്നതും അതിന്റെ അന്വേഷണത്തിനുമായാണ് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ബലാത്സംഗ കുറ്റം, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കുറ്റങ്ങളായി ചുമത്തിയിട്ടുള്ളത്. 2016 ജനുവരിയിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന കാര്യമാണ് പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തരത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഈ ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്നത്. സിദ്ദിഖിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കടുത്ത നിയമ നടപടിയാണ് നേരിടേണ്ടി വരിക. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് സിദ്ദിഖ് പോകുമോ? നേരത്തെ മുൻകൂർ ജാമ്യത്തിന് പോകുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് പോലും സംഭവിക്കാവുന്ന തരത്തിലുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസാണ്. പോലീസിന്റെ നടപടികൾ എങ്ങനെയെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സാഹചര്യമുണ്ട്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി തുടർന്നുള്ള നടപടികൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ നേരത്തെ തന്നെ യുവനടി പല ഘട്ടങ്ങളിലായി പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടായ പശ്ചാത്തലം തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്താണ് രഞ്ജിത്ത് ഉണ്ടായിരുന്നത്. രഞ്ജിത്തിനെതിരെ ബംഗാളി ചലച്ചിത്ര നടിയുടെ പരാതിയിലും കേസെടുത്തിരുന്നു. അതും ബലാത്സംഗ കുറ്റം തന്നെയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതടക്കമുള്ള വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തിയാണ് രഞ്ജിത്തിനെതിരെയുള്ള പരാതിയിലും നേരത്തെ കേസെടുത്തത്. ഇത്തരം പരാതികളെല്ലാം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു യുവനടനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ജൂനിയർ ആർട്ടിസ്റ്റാണ് ഉന്നയിച്ചത്. ലൈംഗിക ആരോപണത്തിലും പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘത്തിലെ IPS ഉദ്യോഗസ്ഥയായ പൂങ്കുഴലി പരാതിക്കാരിയോട് നേരിട്ട് സംസാരിക്കുകയും മറ്റൊരു ഉദ്യോഗസ്ഥയായ ഐശ്വര്യ ഡോങ്റെ അവർ ഫോണിലൂടെ ഈ പരാതിക്കാരിയുമായി സംസാരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ മറ്റ് കേസുകളിലും ഇത്തരം ആരോപണങ്ങൾ ഉയരുകയും അതിൽ ലഭിച്ച പരാതികളിൽ FIR രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കൂടുതൽ നടന്മാർക്കെതിരെ FIR വരുന്ന നിലയുണ്ടാകും. ബലാത്സംഗ കുറ്റങ്ങൾ കൂടുതൽ ആളുകൾക്കെതിരെ ചുമത്തുന്ന നിലയുണ്ടാകും. അമ്മയെ സംബന്ധിച്ച്, അമ്മ എന്ന സംഘടനയെ, AMMA എന്ന ഈ സംഘടനയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഒന്നോ രണ്ടോ ആളുകൾക്കെതിരെയല്ല, തുടർച്ചയായി നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വരികയും അത് FIRകളാകുകയും ചെയ്യുന്ന വലിയ പ്രതിസന്ധിയിലൂടെ
ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നടന്മാർ ഈ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. അതും ബലാത്സംഗ കുറ്റം ചുമത്തി പ്രധാനപ്പെട്ട നടന്മാർ ബലാത്സംഗ കുറ്റം ചുമത്തി പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അമ്മയിലും ഭിന്നത അതിരൂക്ഷമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ. കാരണം ഈ നിയമ നടപടികൾ നേരിടട്ടെ എന്ന നിലയ്ക്ക് ഒരു സംഘം ആളുകൾ നിൽക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചും വലിയ പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ കേസെടുക്കാതിരുന്നതിൽ, അല്ലെങ്കിൽ കോടതി നടപടി വരെ കാത്തു നിൽക്കുന്നതിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തിടുക്കത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അവർക്ക് ഇതിന്റെ ചുമതല നൽകിക്കൊണ്ടുള്ള നടപടിയിലേക്ക് നമുക്കറിയാം. വിനോദ്, വിവിധ സ്റ്റേഷനുകളിലായി ഏതാണ്ട് 17ഓളം കേസുകൾ ഇപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മറ്റുമായി 17ഓളം കേസുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ നടന്മാർക്കെതിരെ നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ ഒരു ഏകോപനം എങ്ങനെയാണ്? ഈ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായും കേസ് കൈമാറുകയാണോ, അതോ അതായത് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണോ നടക്കുന്നത്? അതിന്റെ ഒരു വിശദാംശങ്ങൾ ഇന്നലെ പ്രധാനപ്പെട്ട യോഗം ചേർന്ന് ഇതിന്റെ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ തീരുമാനിച്ചിരുന്നല്ലോ. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇത് DGP ആദ്യത്തെ യോഗം വിളിച്ചു. പോലീസ് ആസ്ഥാനത്തായിരുന്നു ആദ്യത്തെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നത്. ഈ യോഗവുമായി ബന്ധപ്പെട്ട് ചുമതലകൾ ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകി. അതിനർത്ഥം ഈ ഇത്തരം കേസുകളെല്ലാം തന്നെ പ്രത്യേക സംഘം കൈകാര്യം ചെയ്യും എന്ന നിലയ്ക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ക്രൈംബ്രാഞ്ച് ADGP ആണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം FIR-കൾ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നേരിട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും ഈ അന്വേഷണ സംഘം ഇത്തരം കേസുകൾ പരിശോധിക്കും, പരിഗണിക്കും. മാത്രവുമല്ല, ഇപ്പോൾ DGP നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ DGP വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇപ്പോഴത്തെ സംഘം കടക്കേണ്ടതില്ല. അതിന് പുറത്തു വരുന്ന പരാതികളാണ്. ഈ പരാതികൾ പരിശോധിച്ചാൽ മതി. സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ട സാഹചര്യവുമില്ല. വളരെ വൈകാതെ തന്നെ ഈ പൊതു താൽപര്യ ഹർജി നേരത്തെ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ കോടതി നിർദ്ദേശം വന്ന ശേഷം കോടതി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം. ഇപ്പോൾ റിപ്പോർട്ടിന് പുറത്ത് വരുന്ന പരാതികളുണ്ട്. അതെല്ലാം തന്നെ ലൈംഗിക അതിക്രമ കേസുകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാതികളാണ്. അത്തരം പരാതികൾ പരിശോധിക്കുകയും അതിൽ FIR എടുത്ത നടപടികളുമായി മുന്നോട്ട് പോകണം. ഈ കാര്യമാണ് DGP-യും ഈ സംഘത്തിന് നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. ഏതായാലും ഇതുവരെയുള്ള പോലീസ് നടപടികൾ അത് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോവുകയാണ്. പരാതികൾ ലഭിക്കുകയും ആ പരാതികളിൽ FIR എടുക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിന്റെ ഒരു അന്വേഷണവും ഏകോപനവും എല്ലാം തന്നെ ഈ പ്രത്യേക സംഘത്തിനായിരിക്കും. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. എന്നാലും കൃഷ്ണന്തു, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. ഒരുപക്ഷെ അത് എല്ലാ കേസുകളും അന്വേഷണ സംഘത്തിന് കൈമാറിയുള്ള അന്വേഷണമായിരിക്കാം ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അപ്പോഴും ഇതിന്റെ മുന്നോട്ടുള്ള ഗതി കൃത്യമായ തെളിവില്ലാതെ, നേരത്തെ ആദ്യം പറഞ്ഞ പോലെ കൃത്യമായ തെളിവില്ലാതെ, കൃത്യമായി മൊഴികൾ ഇവരൊക്കെ വന്ന് രേഖപ്പെടുത്താതെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും, എന്താകും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, അമ്മ ആകപ്പാടെ ഒരു പ്രതിസന്ധിയിലാണ്. അത് പല കാര്യങ്ങളിലും വ്യക്തമാണ്, നമുക്കറിയാം. ഇന്നലെ ഭരണസമിതി പൂർണ്ണമായും രാജിവെച്ചു. പക്ഷെ നവമിയോട് നമ്മൾ ഗുഡ് മോർണിംഗ് പറയാൻ മറന്നുപോയി. ഗുഡ് മോർണിംഗ് നവമി. ഓക്കെ, അപ്പൊ അമ്മ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. നമ്മൾ ഇന്നലെ അപ്രതീക്ഷിതമായി അമ്മയുടെ ഭരണസമിതി ഒന്നാകെ രാജിവെക്കുന്നത് കണ്ടു. മോഹൻലാലൊക്കെ വളരെ വികാര നിർഭരനായി പ്രതികരിച്ചത് നമ്മൾ കണ്ടു. അതോടുകൂടി ഈ പ്രതിസന്ധി അവസാനിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. 2 മാസം അഡ്ഹോക് കമ്മിറ്റിയായി ഉണ്ടാകും അമ്മ. പക്ഷെ അപ്പോഴും അവർക്ക് അവരുടെ ഇപ്പോൾ അമ്മയുടെ ഒരു ഷോ അത് കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആകപ്പാടെ ഒരു പ്രതിസന്ധിയുണ്ട് അമ്മയിൽ. അതെങ്ങനെ അതിജീവിക്കണമെന്ന കാര്യത്തിലും ഒരു അവ്യക്തതയുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്.
ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് കൃഷ്ണേന്ദു. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാവിലെയൊക്കെ നമ്മൾ സംസാരിക്കുന്നിടയിൽ ലൈവിനിടയിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമായിരുന്നു, അമ്മ സംഘടനയിൽ അസാധാരണമായ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന്. കാരണം ഈ അംഗങ്ങൾ തന്നെ പല രീതിയിൽ അഭിപ്രായവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു. ചില തുറന്നു പറച്ചിലുകൾ സിദ്ദിഖിനെയും രഞ്ജിത്തിനെയും അല്ലെങ്കിൽ ഇടവേള ബാബു, ജയസൂര്യയെ പോലെയുള്ളവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളുമായിട്ട് നടിമാർ രംഗത്തെത്തുന്നു. കൂടുതൽ പരാതികൾ എത്തുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. എങ്ങനെ നോക്കിയാലും അമ്മ സംഘടനയ്ക്ക് ന്യായീകരിക്കാൻ യാതൊരു വിധത്തില കാര്യങ്ങളുമില്ലാത്ത അസാധാരണമായ ഒരു പ്രതിസന്ധി. അതോടൊപ്പം തന്നെ മോഹൻലാലോ മമ്മൂട്ടിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. മോഹൻലാൽ പ്രസിഡന്റ് കൂടിയാണ്. പ്രസിഡന്റ് ആയ സ്ഥിതിക്ക് എന്തുകൊണ്ട് ഇതിൽ നിന്ന് പ്രതികരിക്കുന്നില്ല? ഇത്ര നാളായി എന്തുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നു, മൗനം തുടരുന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ സംഘടനയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ തുടർന്നാണ് ഇന്നലെ ഓൺലൈനായി പെട്ടെന്നൊരു യോഗം ചേരുകയും ആദ്യം പ്രസിഡന്റായ മോഹൻലാൽ തന്നെ തന്റെ രാജി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടത്. പിന്നീട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്നു. ബാക്കിയുള്ള അംഗങ്ങളും രാജിവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു വലിയ ഒരു രീതിയിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് അമ്മ സംഘടന കടക്കുന്നു. അതിൽ മോഹൻലാല് വളരെ വികാരാതീതനായിട്ടുള്ള ഒരു പരാമർശമൊക്കെ നടത്തി. താൻ ഇതിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടാക്കിയത് തനിക്ക് ഏറെ വിഷമിപ്പിച്ചു എന്ന് മോഹൻലാൽ പറഞ്ഞു. ജഗദീഷിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി. ജഗദീഷാണ് ആദ്യം മുന്നിൽ വന്ന അമ്മയുടെ നിലപാട് ശരിയല്ല, കൃത്യമായൊരു നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഒപ്പം ജഗദീഷിന് പിന്തുണയുമായി യുവതാരങ്ങളും ചില നടിമാരും രംഗത്തെത്തി. ഇതിനെ തുടർന്നാണ് ഏതു വിധത്തിലും ഇവരെ എല്ലാം ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൂട്ടരാജിയും പിന്നീട് ഈ കൈനീട്ടം അല്ലെങ്കിൽ ചില സഹായങ്ങൾ അതെല്ലാം ഈ കമ്മിറ്റിയിലുള്ളവർ തന്നെ താൽക്കാലിക ചുമതലയായി അഡ്ഹോക് കമ്മിറ്റിയായി നിലനിൽക്കും. അല്ലാത്ത പക്ഷം ഇത് പിരിച്ചുവിട്ടിരിക്കുന്നു. 2 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ്, അതിനുശേഷം ജനറൽ സെക്രട്ടറി, ബാക്കി കമ്മിറ്റി അംഗങ്ങളെല്ലാം തിരഞ്ഞെടുക്കും എന്നൊരു പ്രഖ്യാപനം കൂടി വരുന്നു. പക്ഷേ ഇതിനുശേഷം ഉയർന്ന ഒരു ചോദ്യം, ഇങ്ങനെ ഒരു തീരുമാനം, അതായത് ഈ കൂട്ടരാജി അല്ലെങ്കിൽ ഈ കമ്മിറ്റി ഉൾപ്പെടെ പിരിച്ചുവിടേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അതിനുശേഷം ഉയർന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കണ്ടതാണ് പല നടന്മാരും അവർക്കൊക്കെ അപ്രതീക്ഷിതമായ ഒരു തീരുമാനം. കാരണം മോഹൻലാൽ അടക്കം, കാരണം നാഥനില്ലാതെ അമ്മയെ ഉപേക്ഷിച്ചു എന്നൊരു ഫീലുണ്ട്. കാരണം മോഹൻലാലിനെ പോലെ ഒരാളാണ് മുന്നിൽ നയിക്കേണ്ടത് ഈ പ്രതിസന്ധിയിൽ. അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അദ്ദേഹം വളരെ വൈകാരികമായി അദ്ദേഹം പറയുന്നുണ്ട് അമ്മയിലെ മറ്റംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയെന്നും പലരും തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു രാജിയിൽ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ അമ്മയ്ക്ക് ഒരു നാഥനില്ലാത്ത അവസ്ഥ വരുന്നു. എല്ലാ താരങ്ങളെയും പ്രതിസന്ധിയിലായിക്കൊണ്ട് ചില താരങ്ങൾ മാത്രം ആരോപണത്തിൽ പെടുമ്പോൾ അവരെ ഒരുപക്ഷെ തള്ളിപ്പറയാം. എന്നിട്ട് ഈ അമ്മയുടെ മറ്റ് 1,500 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. അവരുടെ മറ്റംഗങ്ങൾക്ക് ഒരു ആത്മധൈര്യം നൽകി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളൊക്കെയാണ് വളരെ പെട്ടെന്ന് ഇതിനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതും ഒരുപാട് നാളുകൾക്ക് ശേഷം വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി കൂടിയാണ് എന്നുകൂടി ആലോചിക്കണം. 57 ദിവസം മാത്രമായിരുന്നു ആ ഒരു 57 മാത്രം, അതെ, 57 ദിവസം മാത്രം ആയുസുള്ള ഒരു കമ്മിറ്റി, ഒരു ഭരണസമിതി. അതെ, അത് തന്നെയാണ് രഞ്ജിത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്നത്. കാരണം തങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നു, വളരെ ഇഷ്ടപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ പുതിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു, ഒരു ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റിനെ എല്ലാവരും ഒറ്റ ശ്വാസത്തിൽ പറയുന്നു മോഹൻലാൽ മതി പ്രസിഡന്റായി എന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതി ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒളിച്ചോടി പോകേണ്ട ആവശ്യമുണ്ടോ? അതോ അപ്പോഴും ബാബുരാജിനെയോ അല്ലെങ്കിൽ മറ്റംഗങ്ങളായ ജയസൂര്യയോ സിദ്ദിഖിനെയോ ഒന്നും തള്ളിപ്പറയാൻ ഇപ്പോഴും ഈ മോഹൻലാൽ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടില്ല. അതിനർത്ഥം ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, ഈ ഒരു കമ്മിറ്റി പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ അംഗങ്ങളോട് ചോദ്യമായി ആരും വരില്ല, അല്ലെങ്കിൽ പിന്നീട് മോഹൻലാൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് വളരെ മോശമായിട്ടുള്ള, ബാക്കി അംഗങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ചോദിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒരു ഭാഗത്ത് പുകയുന്നുണ്ട്. പകരം ജഗദീഷ് അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ പേരടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറിയായി പൃഥ്വിരാജ് വരട്ടെ, കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം വരട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ WCCനെയും ഒന്നിച്ചു നിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഒരു സ്ത്രീ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വരട്ടെ. അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത മാസം ചേരാനിരുന്ന
അമ്മയുടെ ഓണാഘോഷ പരിപാടിയും താൽക്കാലികമായി അത് റദ്ദാക്കിയിരിക്കുന്നു. അത് നടത്തണ്ട എന്നൊരു തീരുമാനം ഒരു വിഭാഗം ആളുകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ ആരോപണ വിധേയരെ കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം വരും. അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതോടൊപ്പം തന്നെ ഈ ബാബുരാജിനെയോ സിദ്ദിഖിനെയോ ഇപ്പോഴും അമ്മ സംഘടന തള്ളി പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ദിലീപിന്റെ കാര്യത്തിൽ എപ്പോഴാണ് ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് അമ്മ എത്തിയതെന്നാണെന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. അതുപോലെ ഇപ്പോഴും ഈ ആരോപണ വിധേയരായിട്ട് നിൽക്കുമ്പോൾ പോലും അവർക്കെതിരെ ഒരു വാക്കു പറയാനോ മോഹൻലാലോ മമ്മൂട്ടിയെ പോലുള്ള മുതിർന്ന താരങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതും വലിയ വിമർശനത്തിന് വഴിവെക്കുന്നു. എന്തായാലും മോഹൻലാലും മമ്മൂട്ടിയുമായി സംസാരിച്ചു. അതിനുശേഷം മമ്മൂട്ടിയുടെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിൽ ഒറ്റയ്ക്കൊരു രാജി വേണ്ട, കൂട്ടരാജി വെക്കാം, ഈ കമ്മിറ്റി തന്നെ പിരിച്ചുവിടാം എന്നുള്ള തരത്തിലുള്ള മറുപടി മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നൊക്കെ വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ശ്വേതാ മേനോനടക്കം പൃഥ്വിരാജ്, ജഗദീഷ്, ഹൻസിബ പോലുള്ള താരങ്ങളടക്കം വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തുന്നു. ഈ കൂട്ടരാജിക്ക് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം താരങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. രഞ്ജിത്ത്, ഈ അമ്മയുടെ ഓണാഘോഷം അത് കൊച്ചിയിൽ വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതും പ്രതിസന്ധിയിലാണല്ലേ? അതും ഉണ്ടാവില്ല, അങ്ങനെയാണോ തീരുമാനം? അതെ, അതും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ അംഗങ്ങൾ, പ്രധാനപ്പെട്ട അംഗങ്ങൾക്കെതിരെയാണ് ഈ ആരോപണം, ലൈംഗിക ആരോപണം, അതും ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണം നിലനിൽക്കുന്നത്. അത് കേസായിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പ്രത്യേക അന്വേഷണ കമ്മീഷനുണ്ട്. ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, മൊഴിയെടുക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുമല്ല, ഇപ്പോൾ തന്നെ സംഘടനയെ തന്നെ വലിയൊരു കളങ്കത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന അംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കും. ഓണാഘോഷം, ഒരു ആഘോഷ പരിപാടി നടത്തുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ അംഗങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഓണം പോലുള്ള ഒരു ആഘോഷം അത് ഒഴിവാക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അമ്മ സംഘടന എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ തന്നെയും അവർ പറഞ്ഞത് തങ്ങൾക്ക് മുൻഗണന തങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേജ് ഷോയാണ്, അതിനുശേഷം ഇതിൽ മറുപടി നൽകാമെന്ന് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകിയതാണ്. അതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. പിന്നീട് നടത്തിയ പത്രസമ്മേളനം അത് ഏത് വിധത്തിലായിരുന്നു അവരുടെ നിലപാടെന്നൊക്കെ നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനിയും ഒരു ഷോ അല്ലെങ്കിൽ ഇനിയും ഒരു ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് അമ്മ പോലുള്ളൊരു സംഘടന ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, അംഗങ്ങൾക്കിടയിൽ തന്നെ ചേരിതിരിവായിട്ട് നിൽക്കുമ്പോൾ, ഭിന്ന അഭിപ്രായമായി നിൽക്കുമ്പോൾ ഒന്നിച്ച് ഒരു ആഘോഷമായി പോകുന്നത് ശരിയല്ല എന്നൊരു തീരുമാനമാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണാഘോഷ പരിപാടികൾ മാറ്റിവെക്കാനാണ് തീരുമാനം. ഏതായാലും അങ്ങനെ വല്ലാത്തൊരു അസാധാരണമായ പ്രതിസന്ധിയിലൂടെ അമ്മ രൂപീകരിക്കപ്പെട്ടിട്ട് ഇത്ര വർഷമായി. ഇതിനുശേഷം ഇത്ര വലിയൊരു പ്രശ്നത്തിലൂടെ അമ്മ കടന്നു പോയിട്ടില്ല. ഇതിനു മുമ്പ് ദിലീപ് വിഷയം, നടിയെ ആക്രമിച്ച വിഷയം വലിയ ചർച്ചയായപ്പോഴാണ് അമ്മയിൽ അന്നൊരു ചേരിതിരിവ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ദിലീപിനൊപ്പം ഒരു വലിയ വിഭാഗം ആളുകൾ നിൽക്കുന്നു. പക്ഷേ യുവനടന്മാർ, അന്നത്തെ പൃഥ്വിരാജ് അടക്കമുള്ള യുവനടന്മാർ ഇതിനെതിരെ രംഗത്ത് വരുന്നു, മമ്മൂട്ടിയെ പോയി കാണുന്നു. പിന്നീട് ദിലീപിനെ പുറത്താക്കുന്നതൊക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. ആ സംഭവങ്ങളൊക്കെ ഉണ്ട്, ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നടങ്കം ആ സംഘടന പരാതിപ്പെട്ടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വലിയ പ്രതിസന്ധിയാണ്.